ശ്രീ ശ്യാംരാജ്, നോക്കൂ, നിങ്ങൾ സബ്സിഡികളും ആനുകൂല്യങ്ങളും ഒക്കെ ടാർഗറ്റഡ് ആക്കണം എന്ന് വാദിക്കുന്ന ആളുകളാണ്. ഒരു വലതുപക്ഷ സാമ്പത്തിക നയം എന്ന് പറയുന്നത് എന്താണ്? ഒരു വെൽഫെയർ സ്റ്റേറ്റിൽ തന്നെയും ഏറ്റവും അത്യന്താപേക്ഷിതമായ ആളുകൾക്ക് ആണ്, അവരിലേക്ക് ടാർഗറ്റ് ചെയ്തിട്ടാണ് എല്ലാ പദ്ധതികളും കൊടുക്കേണ്ടത് എന്നൊക്കെയാണ്. അപ്പോൾ ഈ പ്രിയദർശിനി ബസ്സിനെ സംബന്ധിച്ചും എല്ലാവർക്കും കൊടുക്കേണ്ടതല്ല, മറിച്ച് സാമ്പത്തിക സഹായം ആവശ്യമുള്ള ആളുകളിലേക്ക് പരിമിതപ്പെടുത്തണം എന്നൊരു കാഴ്ചപ്പാടുള്ളപ്പോൾ ഇപ്പം മന്ത്രി ഇങ്ങനെ പറഞ്ഞു, ആ മന്ത്രിയുടെ വാക്കിൽ കയറി പിടിക്കുക എന്നുള്ളതിനപ്പുറത്ത് നിങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായി ചേരുന്നതല്ലേ മന്ത്രി പറയുന്ന കാര്യം? ശ്രീ അഭിലാഷ്, ഇവിടെ നോക്കൂ, ഇവിടെ മന്ത്രി ഇന്ന് പറഞ്ഞതിൽ അല്ലെങ്കിൽ നിലവിലെ പ്രിയദർശിനി യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതകളോ അതിനകത്തെ അല്ലെങ്കിൽ ഫാക്റ്റോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ചിട്ട് ഒരു ചർച്ച നടത്താം. പ്രിയദർശിനി ബസ്സിൻ്റെ യാത്രകൾ ഇങ്ങനെ തന്നെ കൊടുക്കണമോ, ആർക്ക് കൊടുക്കണം, ചർച്ച ചെയ്യാം, നമുക്ക് എത്ര വേണമെങ്കിലും ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ ഇന്ന് മന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്താണ്? കേരളത്തിൻ്റെ ഒരു പൊതുഗതാഗത വകുപ്പിന് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സീനിയറായിട്ടൊരു മന്ത്രി പറഞ്ഞത് എന്താണ്? അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യണം. ഞാൻ സത്യത്തിൽ ഈ ചർച്ചയിൽ വന്നിട്ട് ഞെട്ടിപ്പോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇങ്ങനെ വന്നിട്ട് ഇതിനെ ന്യായീകരിക്കേണ്ടി വരുമെന്ന്. അവർ പറയുന്നത് എന്താണ് മന്ത്രി പറഞ്ഞതിൽ തെറ്റ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ശ്രീമതി സോയ, ഇവിടെ പ്രശ്നം എന്താ അറിയോ? അതായത് മന്ത്രി പറയുന്നത് കേട്ടാൽ സാധാരണ പൊതുജനങ്ങൾക്ക് മനസ്സിലാവുക, കാശില്ലാത്ത നീയൊക്കെ ഉന്തി തള്ളിയതാ. ഞാനിത് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചല്ല. അവിടെ ഈ ഒരു ചർച്ചയിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കണം എന്നുപോലെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും നിങ്ങളത് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. കാശില്ലാത്ത ആളുകളൊക്കെ ഉന്തിത്തള്ളി പ്രിയദർശിനി ബസ്സിൽ കയറുന്നു. കാശില്ലാത്ത ഇതേ ആളുകൾ തന്നെ സർക്കാരിൻ്റെ ആശുപത്രിയിൽ പോകുന്നു. എന്നിട്ട് സ്വന്തം സഹോദരനെയും അച്ഛനെയും പിടിച്ചിട്ട് ആശുപത്രികളുടെ തറയിൽ കിടത്തുന്നു. എന്നിട്ട് ഇത്തരം കാശില്ലാത്ത നിങ്ങളൊക്കെ പോയിട്ട് മക്കളെ സർക്കാർ ഇതര പ്രൈവറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞതാണ് സോയയുടെ പ്രശ്നം. എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കേരളത്തിലുടനീളമായിട്ട് ആ വാക്കുകൾക്കെതിരെ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ മൊത്തം ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇത്രയധികം വിഷയം ഉണ്ടായിട്ടും, ഇത്രയധികം ചർച്ച നടന്നിട്ടും, ഇത്രയധികം പ്രതിഷേധങ്ങൾ സ്ത്രീകൾക്ക് ഇവിടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് ഇത് മനസ്സിലാവാത്ത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളും ഈ മന്ത്രിയെ ന്യായീകരിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിക്കോണോ? നോക്കൂ, വി.ഡി. സതീശൻ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞ് ഇവിടെ സമരം ചെയ്തിട്ടല്ല ഈ സംവിധാനം കൊണ്ടുവന്ന് പറയാൻ കാരണം എന്താ? ഇത് നിങ്ങളുടെ ഓഫറാണെന്ന്. നിങ്ങൾ UDF സർക്കാർ, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF സർക്കാർ നേതൃത്വത്തിൽ അധികാരത്തിൽ സർക്കാർ വന്നാൽ ഇത് കൊടുക്കുമെന്ന് സ്ത്രീകളോട് പറഞ്ഞിട്ട് വോട്ട് മേടിച്ചതാണ്. ആ വോട്ട് ചെയ്ത നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകളുടെ മുഖത്തടിക്കുന്ന പോലെയാണ് ഇന്ന് നിങ്ങളുടെ മന്ത്രി സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഒരു വശത്ത് നിങ്ങൾ ഞങ്ങൾക്കെല്ലാം വോട്ട് ചെയ്യൂ, ഞങ്ങൾ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞൊരു ഓഫർ അല്ലെങ്കിൽ ഒരു വാഗ്ദാനം കൊടുക്കുകയും മറുവശത്ത് അധികാരത്തിൽ വന്നപ്പോൾ ജനങ്ങളുടെ മുഖത്തടിക്കുന്ന സമീപനമാണ് നിങ്ങളുടെ സർക്കാർ കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് നേരം ഇത്രയുമായിട്ട് സർക്കാരിൻ്റെ ആരെങ്കിലും ഇതിനൊന്ന് എതിർത്ത് പറയാൻ വേണ്ടി സാധിച്ചോ? സർക്കാരിന് എവിടെയെങ്കിലും തിരുത്താൻ വേണ്ടിയിട്ട് സാധിച്ചോ? മുഖ്യമന്ത്രിക്ക് തിരുത്താൻ വേണ്ടി സാധിച്ചോ? മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? മുഖ്യമന്ത്രി ഉദ്ഘാടന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞത് ഔദാര്യമല്ല അവകാശമാണെന്നാണ്. ഇന്ന് CP ജോൺ മന്ത്രി പറഞ്ഞതെന്താ? ഇത് അവകാശമല്ല ഔദാര്യമാണെന്നാണ്. എന്നിട്ട് മുഖ്യമന്ത്രി തിരുത്തിയോ? കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ ആരെങ്കിലും ഈ സ്ത്രീ വിരുദ്ധ പരാമർശം, ആരെങ്കിലും സ്ത്രീകളെ ഈ അവഹേളിക്കുന്ന, സ്ത്രീകളെ മാത്രമല്ല പൊതുജനങ്ങളെ അവഹേളിക്കുന്ന ഈ നിലപാടിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടി മന്ത്രിയോട് പറഞ്ഞ മന്ത്രി എന്താ ഇത്? കഴിഞ്ഞില്ലോ. മന്ത്രി എന്താ ഇത്? മന്ത്രി വൈകുന്നേരം വന്ന് ന്യായീകരിക്കുക. അദ്ദേഹം പറഞ്ഞെന്താ? ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റൂലെന്ന്. അതായത് ഇങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത് തന്നെയാണ്. ഈ മന്ത്രിയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ ഉന്തിത്തള്ളി തന്നെ ബസ്സിൽ കയറുന്നു എന്നാണ്. പ്രശ്നം എന്താണ്? ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പാടില്ല, അത് ശ്രദ്ധിക്കണം എന്നാ. ഇവിടെ സ്കൂളിന്റെ കാര്യം പറഞ്ഞു. ശ്രീ അഭിലാഷം ആലോചിച്ച് നോക്കി. ഞാൻ പറയട്ടെ, മികച്ച സർക്കാർ സ്കൂളുകൾ ഉള്ളിടങ്ങളിൽ മാതാപിതാക്കൾ കുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ വിടും. ഇനി സർക്കാർ സ്കൂളുകളേക്കാൾ മികച്ച പ്രൈവറ്റ് സ്കൂളുകൾ ഉള്ള ഇടങ്ങളിൽ മാതാപിതാക്കൾ കുട്ടികളെ പ്രൈവറ്റ് സ്കൂളുകളിൽ വിടും. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ? ഈ സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസത്തെ കരുതി അവരെ മികച്ച സ്കൂളിലേക്ക് മാതാപിതാക്കൾ വരുമ്പോൾ പറഞ്ഞു വിടുമ്പോൾ മന്ത്രിക്കത്തെ പ്രശ്നം എന്താന്നേ? UDF സർക്കാരിന് ഇത്ര പ്രശ്നം എന്താന്നേ? എന്തിനാണ് കോൺഗ്രസിന്റെ പ്രതിനിധി അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്? ഇത്തരത്തിലുള്ള ജനവിരുദ്ധ സ്വന്തം മാതാപിതാക്കളും മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ പോലും അതിനെതിരെ പോലും പറയുന്ന ഒരു മന്ത്രിയാണ് ഇവിടെ ഇരുന്നിട്ട് ആ മന്ത്രിനെ ഇവിടെ നിന്ന് ന്യായീകരിക്കുന്നത് ആലോചിച്ച് നോക്കണം. ഇവിടെ അത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് പ്രശ്നം. ലാസ്റ്റ് പോയിന്റ്, ഈ മൂന്ന് കാര്യം മന്ത്രി പറഞ്ഞിട്ടുള്ള പൊതുഗതാഗതമായിക്കോട്ടെ, പൊതുവിദ്യാഭ്യാസമായിക്കോട്ടെ, പൊതുജനാരോഗ്യമായിക്കോട്ടെ, മൂന്നിലും തികഞ്ഞ ജനാധിപത്യ വിരുദ്ധതയും ജനവിരുദ്ധതയും സ്ത്രീവിരുദ്ധതയുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറയുന്നത് കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ മൊത്തം പൊളിഞ്ഞടക്കാന്നാണ്. അദ്ദേഹം തന്നെ പറയുന്നത് സ്ത്രീകൾ തള്ളിക്കയറുന്നതാണ്. അദ്ദേഹം തന്നെ പറയുന്നത് സർക്കാർ സ്കൂളുകളിലേക്ക് ആളുകൾ കയറി വരുന്നില്ലെന്നാണ്. അങ്ങനെ എല്ലാ രീതിയിലും ജനങ്ങളെ അവഹേളിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അത് കോൺഗ്രസിന് മനസ്സിലായില്ല എന്ന് പറയുന്നത് ദയനീയമെന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ. പക്ഷെ അതിലെങ്കിലും നിങ്ങൾ എതിർക്കുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു.